എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി നമ്മൾ തുടക്കം കുറിച്ച് വീഡിയോ ക്ലാസ് സീരീസിൽ ഇന്ന് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിക്കാം. അതിലൊന്നാമതായിട്ട് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് പൊതുവിദ്യാലയങ്ങളിൽ 5ാം ക്ലാസ് വരെ 3ാം ഭാഷയായിട്ട് ഹിന്ദി പഠിപ്പിക്കണം എന്നൊരു തീരുമാനം ഈ അടുത്തൊരു സ്റ്റേറ്റ് എടുക്കുകയുണ്ടായിരുന്നു. എന്നാൽ അവിടുത്തെ പ്രതിപക്ഷത്തിൻ്റെ ഒക്കെ പ്രതിഷേധത്തെയൊക്കെ തുടർന്ന് ഇപ്പോൾ ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. നമ്മൾ വാർത്തയിലൊക്കെ ഇടം പിടിച്ചിട്ടുള്ള ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇത് ഏത് സ്റ്റേറ്റ് ആണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് മഹാരാഷ്ട്രയാണെന്ന കാര്യം ഓർത്തിരിക്കുക. മഹാരാഷ്ട്ര ആണ്. പൊതുവിദ്യാലയങ്ങളിൽ 5ാം ക്ലാസ് വരെ 3ാം ഭാഷയായി ഹിന്ദി പഠിപ്പിക്കണമെന്ന തീരുമാനത്തിൽ നിന്ന് പിന്മാറിയ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് മഹാരാഷ്ട്രയാണ്. പൊതുവിദ്യാലയങ്ങളിൽ 5ാം ക്ലാസ് വരെ 3ാം ഭാഷയായി ഹിന്ദി പഠിപ്പിക്കണമെന്ന തീരുമാനത്തിൽ നിന്ന് പിന്മാറിയ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ ശുഭാംശു ശുക്ല എത്തി എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചതാണ്. അവിടെ അദ്ദേഹം തുടക്കമിട്ട ഒരു പരീക്ഷണമുണ്ട്. ആ പരീക്ഷണം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് പേശി കോശ വികസനം സംബന്ധിച്ചാണ്. പേശി കോശ വികസനം സംബന്ധിച്ചിട്ടുള്ള പരീക്ഷണമാണ് അദ്ദേഹം അവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. അപ്പോൾ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ ശുഭാംശു ശുക്ല തുടക്കമിട്ട പരീക്ഷണം ഏതാണ്? പേശീകോശ വികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരീക്ഷണമാണ്. ഇനി ഒരു അവാർഡാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. സുകുമാർ അഴീക്കോട് ട്രസ്റ്റ് അവാർഡിന് അർഹനായത് ആരെന്നാണ് നമ്മുടെ ചോദ്യം. സുകുമാർ അഴീക്കോട് ട്രസ്റ്റ് അവാർഡിന് അർഹനായത് ഡോക്ടർ ഷാജി പ്രഭാകരനാണ്. ഡോക്ടർ ഷാജി പ്രഭാകരനാണ്. അപ്പോൾ സുകുമാർ അഴീക്കോട് ട്രസ്റ്റ് അവാർഡിന് അർഹനായത് ആരെന്ന് ചോദിച്ചാൽ 2025 ഡോക്ടർ ഷാജി പ്രഭാകരനാണ്. ഡോക്ടർ ഷാജി പ്രഭാകരൻ. ഇനി ഈ അടുത്ത് ഒരു രാജ്യം പുകവലിയൊക്കെ നിരോധിച്ചിരിക്കുകയാണ്. അതായത് എവിടെയെല്ലാമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീച്ചുകളിൽ, പാർക്കുകളിൽ, ബസ് ഷെൽട്ടറുകളിൽ, സ്വിമ്മിംഗ് പൂളിൽ, സ്കൂള് തുടങ്ങിയ പൊതു ഇടങ്ങളിൽ പുകവലി നിരോധിച്ചിരിക്കുകയാണ് ഒരു രാജ്യം. ആ രാജ്യത്തിൻ്റെ പേര് ഓർത്തിരിക്കുക, ഫ്രാൻസ് ആണ്. ഈ പറയുന്ന 2025 ജൂൺ മാസത്തിൽ ഈ പറയുന്ന ബീച്ചുകളിലും പാർക്കുകളിലും ബസ് ഷെൽട്ടറുകളിലും സ്വിമ്മിംഗ് പൂളിലും സ്കൂളുകളിലും ഒക്കെ എന്താണ് പുകവലി നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇട്ടിരിക്കുന്നത്. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. ജൂനിയർ റോൾ ബോൾ വേൾഡ് കപ്പ് നടക്കേണ്ടായിരുന്നു. നമ്മളിവിടെ പരിചയപ്പെട്ടത് ജൂനിയർ റോൾ ബോൾ വേൾഡ് കപ്പ്. ജൂനിയർ റോൾ ബോൾ വേൾഡ് കപ്പ്. ഇതിൽ നമ്മുടെ ഇന്ത്യക്ക് എന്ത് ലഭിച്ചിട്ടുണ്ട്? സ്വർണം കിട്ടി. ഇന്ത്യക്ക് എന്ത് കിട്ടി? സ്വർണം കിട്ടി. ഈ ഇന്ത്യൻ ടീമിൽ ജൂനിയർ റോൾ ബോൾ വേൾഡ് കപ്പിൽ ഇന്ത്യക്ക് സ്വർണം കിട്ടി. ആ ടീമിൽ ഒരു മലയാളി ഉണ്ടായിരുന്നു. ആ മലയാളിയുടെ പേര് ഓർത്തിരിക്കുക, ഗൗരവ് ഉണ്ണികൃഷ്ണനാണ്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞെന്താണ്? ജൂനിയർ റോൾ ബോൾ വേൾഡ് കപ്പിൽ സ്വർണം നേടിയ ഇന്ത്യൻ ടീമിലെ മലയാളി ആര്? ജൂനിയർ റോൾ ബോൾ വേൾഡ് കപ്പിൽ സ്വർണം നേടിയ ഇന്ത്യൻ ടീമിലെ മലയാളി ആര്? ഉത്തരമായിട്ട് വരേണ്ടത് ഗൗരവ് ഉണ്ണികൃഷ്ണനാണ്. ജൂനിയർ റോൾ ബോൾ വേൾഡ് കപ്പിൽ സ്വർണം നേടിയ ഇന്ത്യൻ ടീമിലെ മലയാളി ആരെന്ന് വെച്ചാൽ ഗൗരവ് ഉണ്ണികൃഷ്ണനാണ്. ഒപ്പം ജൂനിയർ റോൾ ബോൾ വേൾഡ് കപ്പിൽ ഇന്ത്യക്ക് എന്ത് ലഭിച്ചു? സ്വർണം കിട്ടി എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി അടുത്തത് നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് പുതിയ പോലീസ് മേധാവി വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റിലെ പുതിയ പോലീസ് മേധാവി, കേരളത്തിൻ്റെ പുതിയ പോലീസ് മേധാവി ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് തന്നെ റവാഡ ചന്ദ്രശേഖറാണ്. നമ്മുടെ പുതിയ പോലീസ് മേധാവി ആരാണ്? റവാഡ ചന്ദ്രശേഖർ എന്ന പേര് ഓർത്തിരിക്കുക. ചന്ദ്രശേഖർ എന്നാണ് ഓർത്തിരിക്കുന്നത്. ചന്ദ്രശേഖർ. അപ്പോൾ കേരളത്തിൻ്റെ പുതിയ പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. ഇനി ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊന്ന്, രാജ്യത്ത് മൊബൈൽ വഴി ഇ വോട്ട് രേഖപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം ഏതെന്ന് ചോദിക്കാം. രാജ്യത്ത് മൊബൈൽ വഴി ഇ വോട്ട് രേഖപ്പെടുത്തുന്ന ആദ്യ സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ബീഹാറാണ്. ബീഹാറിലെ ഈസ്റ്റ് ചമ്പാരൻ ജില്ലയിലെ പക്രി ദയാലിലെ ബീബ കുമാരിയാണ് ആദ്യമായിട്ട് ഈ പറയുന്ന മൊബൈൽ വഴി വോട്ട് രേഖപ്പെടുത്തിയത്. അപ്പോൾ ആദ്യമായിട്ട് വോട്ട് രേഖപ്പെടുത്തിയ വ്യക്തിയുടെ പേര് ഓർത്തിരിക്കുക, ബീബ കുമാരിയാണ്. ഇവിടെ നമ്മൾ പറഞ്ഞെന്താ?
നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് മൊബൈൽ വഴി ഈ വോട്ട് രേഖപ്പെടുത്തിയത് എവിടെയാണെന്ന് വെച്ചാൽ അത് ബീഹാറിലാണ്. ബീഹാറിലെ ഈസ്റ്റ് ചമ്പാരൻ ജില്ലയിലെ പക്രി ദയാലിലെ ദീപാകുമാരിയാണ് ആദ്യമായിട്ട് മൊബൈൽ വഴി വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അടുത്ത നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് US ഓപ്പൺ സൂപ്പർ 300 ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ഇന്ത്യക്കാരനായിട്ടുള്ള ആയുഷ് ഷെട്ടിയാണ്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് US ഓപ്പൺ സൂപ്പർ 300 ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ്. അപ്പോൾ US ഓപ്പൺ സൂപ്പർ 300 ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ്, അതിൽ ജേതാക്കളായത് ആരാണെന്ന് ചോദിച്ചാൽ, ജേതാവായത് ആരെന്ന് ചോദിച്ചാൽ ഇന്ത്യക്കാരനായിട്ടുള്ള ആയുഷ് ഷെട്ടി എന്ന പേര് ഓർത്തിരിക്കുക. അദ്ദേഹം എന്താണ്? ഇന്ത്യയാണ് അദ്ദേഹത്തിൻ്റെ രാജ്യം. അപ്പോൾ US ഓപ്പൺ സൂപ്പർ 300 ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ കപ്പ് ഉയർത്തിയത് ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഇന്ത്യക്കാരനായിട്ടുള്ള ആയുഷ് ഷെട്ടി എന്ന പേരാണ് ഓർത്തിരിക്കേണ്ടത്. ഇനി പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒന്നാണ്, ഈ അടുത്ത് വവ്വാലുകളിൽ 20 ഇനം വൈറസുകളെ കണ്ടെത്തിയ രാജ്യം ഏതെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റും ചൈനയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഈയിടെ വവ്വാലുകളിൽ 20 ഇന വൈറസുകളെ കണ്ടെത്തിയ രാജ്യം ഏതാണ്? ചൈനയാണ്. ഇതേ ചൈനയുമായി ബന്ധപ്പെട്ടിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. ലോകത്ത് ആദ്യമായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന റോബോട്ടുകളുടെ ഫുട്ബോൾ മത്സരം നടത്തിയ രാജ്യം ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് ചൈന തന്നെയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന ആ റോബോട്ട്സുകൾ കൊണ്ട് ഫുട്ബോൾ മത്സരം നടത്തിയിരിക്കുകയാണ്. അത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ചൈനയിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഹൈഡ്രജൻ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റിൻ്റെ നിറങ്ങൾ എന്താണെന്ന് ചോദിക്കും. അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് പച്ച ആൻഡ് നീലയാണ്. പച്ചയും നീലയുമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഹൈഡ്രജൻ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റിൻ്റെ നിറം എന്താണ്? പച്ചയും നീലയുമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മുടെ രാജ്യത്തെ പണപ്പെരുപ്പം, അതേപോലെ തന്നെ വ്യവസായ ഉൽപാദന വിവരങ്ങൾ, നമ്മുടെ രാജ്യത്തെ വ്യവസായിക ഉൽപാദന വിവരങ്ങൾ, അതേപോലെ മൊത്ത ആഭ്യന്തര ഉൽപാദനം, അപ്പോൾ ഇതെല്ലാം എന്താണ്? കേന്ദ്ര സർക്കാർ ഇതിനു വേണ്ടിയിട്ട് ഇന്ത്യയുടെ ഔദ്യോഗിക കണക്കുകൾക്കായിട്ട് ഈ കേന്ദ്ര സർക്കാർ എന്താണ് ഒരു പുതിയൊരു ആപ്ലിക്കേഷൻ തുടങ്ങുകയാണ്. പണപ്പെരുപ്പം, വ്യവസായ ഉൽപാദന വിവരങ്ങൾ, മൊത്ത ആഭ്യന്തര ഉൽപാദനം തുടങ്ങിയ ഇന്ത്യയുടെ ഔദ്യോഗിക കണക്കുകൾക്കായിട്ട് കേന്ദ്ര ഗവൺമെൻറ് തുടക്കം കുറിച്ച ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൻ്റെ പേരാണ് GOI സ്റ്റാറ്റ്സ് എന്നത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്റ്റാറ്റ്സ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞെന്താണ്? പണപ്പെരുപ്പം, വ്യവസായിക ഉൽപാദന വിവരങ്ങൾ, മൊത്ത ആഭ്യന്തര ഉൽപാദനം തുടങ്ങി ഇന്ത്യയുടെ ഔദ്യോഗിക കണക്കുകൾക്കായിട്ട് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പുതിയ ആപ്ലിക്കേഷനാണ് GOI സ്റ്റാറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഉത്തർപ്രദേശിലെ ആഗ്ര ജില്ലയിലെ ഫത്തേഹാബാദ് നഗരം പുനർനാമകരണം ചെയ്തു. അതിന് പുതിയ പേര് കൊടുത്തിരിക്കുന്നത് സിന്ദൂർപുരം എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞെന്താണ്? ഉത്തർപ്രദേശിലെ ആഗ്ര എന്ന് പറയുന്ന ജില്ല, ആ ജില്ലയിലെ ഫത്തേഹാബാദ് എന്ന് പറയുന്ന നഗരം അതിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? പുനർനാമകരണം ചെയ്തിട്ടുണ്ട്. ഫത്തേഹാബാദ് എന്ന് പറയുന്ന സ്ഥലം പുനർനാമകരണം ചെയ്തിരിക്കുന്നത് സിന്ദൂർപുരം എന്ന പേരിലാണ്. സിന്ദൂർപുരം എന്ന പേരാണ്. അപ്പം ഇനി ഇത് അറിയപ്പെടുന്നത് സിന്ദൂർപുരം എന്നാണ്. ഉത്തർപ്രദേശിലെ ആഗ്ര ജില്ലയിലെ ഫത്തേഹാബാദ് നഗരം ഇനി അറിയപ്പെടാൻ പോകുന്നത് സിന്ദൂർപുരം എന്നാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ 2024 വിശിഷ്ടാംഗത്തിന് അർഹരായ കവികൾ ആരെല്ലാം എന്നുള്ള ചോദ്യം വരാൻ പോകുന്ന പരീക്ഷയിൽ ചോദിക്കാം. അപ്പോൾ 2025 പ്രഖ്യാപിക്കുന്നു കേന്ദ്ര സാഹിത്യ അക്കാദമി 2024
വിശിഷ്ടാംഗത്തിന് അർഹരായ കവികൾ. അതിൽ ഒന്നാമത്തെ പേര് KV രാമകൃഷ്ണനാണ്. ഒന്നാമത്തെ പേര് KV രാമകൃഷ്ണൻ. രണ്ടാമത്തെ പേര് ഏഴാഞ്ചേരി രാമചന്ദ്രൻ. ഏഴാഞ്ചേരി രാമചന്ദ്രൻ. ഏഴാഞ്ചേരി രാമചന്ദ്രൻ. ഇവിടെ നമ്മൾ പരിചയപ്പെട്ട എന്താണ്? കേരള സാഹിത്യ അക്കാദമിയുടെ 2024 വിശിഷ്ടാംഗത്തിന് അർഹരായ കവികൾ ആരെല്ലാമെന്ന് ചോദിച്ചാൽ, ഒന്ന് KV രാമകൃഷ്ണൻ, ഏഴാഞ്ചേരി രാമചന്ദ്രൻ. 2 പേരാണ് ഇതിന് അർഹരായത്. അപ്പോൾ കേരള സാഹിത്യ അക്കാദമി 2024 വിശിഷ്ടാംഗത്തിന് അർഹരായവരുടെ പട്ടിക പുറത്തുവിട്ടപ്പോൾ അതിൽ KV രാമകൃഷ്ണനും ഏഴാഞ്ചേരി രാമചന്ദ്രനും ആണ് ആ ഒരു പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ 2 പേരുകൾ KV രാമകൃഷ്ണൻ, ഏഴാഞ്ചേരി രാമചന്ദ്രൻ. കേരള സാഹിത്യ അക്കാദമിയുടെ 2024 പുരസ്കാരങ്ങൾ 2025 പ്രഖ്യാപിക്കുകയുണ്ടായി. അതിൽ മികച്ച കവിതയ്ക്കുള്ള പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് എന്ന് ചോദിച്ചാൽ അനിത തമ്പിക്കാണ്. പുരസ്കാരം ലഭിച്ചത് അനിത തമ്പിക്കാണ് പുരസ്കാരം ലഭിച്ചത്. മുരിങ്ങ വാഴ കറിവേപ്പ് എന്ന് പറയുന്ന ഒരു കവിതയാണ് അവർക്ക് ഈ ഒരു പുരസ്കാരം നേടിക്കൊടുത്തത്. മുരിങ്ങ വാഴ കറിവേപ്പ്. മുരിങ്ങ വാഴ കറിവേപ്പ്. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കുക, മികച്ച കവിതയ്ക്കുള്ള പുരസ്കാരം 2024 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരത്തിൽ മികച്ച കവിതയ്ക്കുള്ള പുരസ്കാരം കിട്ടിയത് അനിത തമ്പിക്കാണ്. മുരിങ്ങ വാഴ കറിവേപ്പ് എന്ന് പറയുന്ന കവിതയ്ക്കാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഇനി മികച്ച നോവലിനുള്ള പുരസ്കാരം കിട്ടിയത്, മികച്ച നോവലിനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് GR ഇന്ദുഗോപനാണ്. GR ഇന്ദുഗോപനാണെന്ന കാര്യം ഓർത്തിരിക്കുക. GR ഇന്ദുഗോപൻ. അദ്ദേഹത്തിൻ്റെ ഏത് നോവലിനാണെന്ന് ചോദിച്ചാൽ ആനോ എന്ന് പറയുന്ന നോവലിനാണ്. ആനോ എന്ന് പറയുന്ന നോവലിനാണ്. അപ്പോൾ മികച്ച നോവലിനുള്ള പുരസ്കാരം GR ഇന്ദുഗോപൻ. മികച്ച കവിതയ്ക്കുള്ള പുരസ്കാരം അനിത തമ്പി. അനിത തമ്പിയുടെ കവിത മുരിങ്ങ വാഴ കറിവേപ്പ്. മികച്ച നോവൽ GR ഇന്ദുഗോപൻ. ആ നോവൽ എന്ന് പറയുന്ന ആനോ എന്നാണ് നോവലിൻ്റെ പേര്. ഇനി മികച്ച ചെറുകഥയായിട്ട് തിരഞ്ഞെടുത്തത്, മികച്ച ചെറുകഥയ്ക്കുള്ള പുരസ്കാരം കിട്ടിയത് V ഷിനിലാലിനാണ്. V ഷിനിലാലിനാണെന്ന കാര്യം ഓർത്തിരിക്കുക. V ഷിനിലാലിൻ്റെ ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര എന്ന ചെറുകഥയ്ക്കാണ് പുരസ്കാരം കിട്ടിയത്. ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര. ഇതിലാണ് എന്ത് ലഭിക്കുന്നത്? മികച്ച ചെറുകഥയ്ക്കുള്ള 2024 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് V ഷിനിലാലിനാണ്. എൻഡോമെന്റ് അവാർഡുകളിൽ ഉപന്യാസത്തിൻ്റെ CB കുമാർ അവാർഡ് ലഭിച്ചത് ആർക്കാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് M സ്വരാജിനാണ് കിട്ടിയിരിക്കുന്നത്. ഒരു പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. പൂക്കളുടെ പുസ്തകം എന്നതിനാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. പൂക്കളുടെ പുസ്തകം എന്നതാണ് ആ ഒരു കൃതി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് എന്താണ്? എൻഡോമെന്റ് അവാർഡുകളിൽ ഉപന്യാസത്തിൻ്റെ CB കുമാർ അവാർഡ് ലഭിച്ചത് M സ്വരാജിനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ട കേരള സാഹിത്യ അക്കാദമി അവാർഡ് 2024 എൻഡോമെന്റ് അവാർഡുകളിൽ ഉപന്യാസത്തിൻ്റെ CB കുമാർ അവാർഡ് ലഭിച്ചത് ആർക്കാന്ന് വെച്ചാൽ M സ്വരാജിനാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഉപന്യാസമാണ് പൂക്കളുടെ പുസ്തകം എന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മികച്ച കവിത ആർക്കാന്ന് പഠിച്ചു, അനിത തമ്പിയാണ്. മുരിങ്ങ വാഴ കറിവേപ്പ്. മികച്ച നോവൽ പഠിച്ചു, GR ഇന്ദുഗോപനാണ്. ആനോ. മികച്ച ചെറുകഥ പഠിച്ചു, V ഷിനിലാലാണ്. ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര എന്ന ചെറുകഥയ്ക്ക്. എൻഡോമെന്റ് അവാർഡുകളിൽ ഉപന്യാസത്തിൻ്റെ CB കുമാർ അവാർഡ് ലഭിച്ചത് M സ്വരാജിനാണ്. പൂക്കളുടെ പുസ്തകം എന്ന് പറയുന്ന ആ ഒരു ഇതിനാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് 11ാമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ യോഗ പോളിസി നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം. ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്.
അത് ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡ്. അപ്പോൾ നമ്മളോട് പറഞ്ഞെന്താ 11ാമത് അന്താരാഷ്ട്ര യോഗാ ദിനം. ആ യോഗാ ദിനത്തിൽ യോഗ പോളിസി എന്താണ്? യോഗ പോളിസി ആ യോഗ പോളിസി നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ ഉത്തരാഖണ്ഡാണ്. ഇത്തരമൊരു നയം നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം എന്നൊരു പ്രത്യേകതയും എന്താണ്? ഉത്തരാഖണ്ഡിനുണ്ട്. ഇത്തരത്തിലൊരു നയം നടപ്പാക്കുന്ന ഫസ്റ്റ് സ്റ്റേറ്റ് ആണ് ഇത് ഉത്തരാഖണ്ഡ് എന്ന കാര്യം ഓർത്തിരിക്കുക. നമ്മൾ പറഞ്ഞ യൂണിഫോം സിവിൽ കോഡ് അതുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ട് നടപ്പിലാക്കി ഉത്തരാഖണ്ഡ് എന്ന് നമ്മൾ പഠിക്കുന്ന പോലെ ഈ അടുത്ത് നടന്ന എല്ലാ പരീക്ഷയിലും ചോദിച്ചതാണ്. അപ്പോൾ ഇതും ചോദിക്കാം. 11ാമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ യോഗ പോളിസി നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ഇത്തരം ഒരു നയം നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഇത് ഉത്തരാഖണ്ഡ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി 2025 അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ 113ാമത് വാർഷിക സമ്മേളനത്തിന്റെ വേദി എവിടെയായിരുന്നു? ഉത്തരമായിട്ട് വരേണ്ടത് സ്വിറ്റ്സർലാൻഡിലെ ജനീവയിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നമ്മളോട് പറഞ്ഞത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓട്ടോമൊബൈൽ ഗതിശക്തി കാർഗോ ടെർമിനൽ നിലവിൽ വരുന്നത് എവിടാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഹരിയാനയിലെ മനേസറിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ പഠിച്ചു. ഒന്നാമത്തത് 2025 അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ 113ാമത് വാർഷിക സമ്മേളനം എവിടെ വെച്ചാണ് നടന്നത്? സ്വിറ്റ്സർലാൻഡിലെ ജനീവയിൽ വെച്ചിട്ടാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓട്ടോമൊബൈൽ ഗതിശക്തി കാർഗോ ടെർമിനൽ നിലവിൽ വന്നത് എവിടാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഹരിയാനയിലെ മനേസർ എന്ന സ്ഥലത്താണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓട്ടോമൊബൈൽ ഗതിശക്തി കാർഗോ ടെർമിനൽ നിലവിൽ വന്നത് ഹരിയാനയിലെ മനേസർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ 113ാമത് വാർഷിക സമ്മേളനത്തിന്റെ വേദി സ്വിറ്റ്സർലാൻഡിലെ ജനീവയാണെന്നും പഠിച്ചു. ഇനി അടുത്തത് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് മാലിന്യം നീക്കാൻ ഹരിതകർമ്മ സേനയ്ക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ നൽകിയ ട്രൈ സൈക്കിൾ ആണ് ഹരിതവാഹിനി. അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെട്ടത് എന്താണ്? മാലിന്യം നീക്കാനായിട്ട് ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ നൽകിയ ട്രൈ സൈക്കിളാണ്. എന്ന് പറയുന്നത് ഹരിതവാഹിനി എന്ന് പറഞ്ഞ ആ ഒരു പേരിലാണ് അത് അറിയപ്പെടുന്നത്. ഹരിതവാഹിനി. 2025 ലോകത്തിലെ ഏറ്റവും മികച്ച എയർലൈൻസ് ആയിട്ട് സ്കൈ ടാക്സ് തിരഞ്ഞെടുത്തത് ഖത്തർ എയർവേസിനെയാണ്. ഖത്തർ എയർവേസിനെയാണ് തിരഞ്ഞെടുത്തത്. അപ്പോൾ 2025 ലോകത്തിലെ ഏറ്റവും മികച്ച എയർലൈൻസ് ആയിട്ട് ആര് തിരഞ്ഞെടുത്തതാണ്? സ്കൈ ടാക്സ് തിരഞ്ഞെടുത്തത് ഖത്തർ എയർവേസിനെയാണെന്ന കാര്യം ഓർത്തിരിക്കുക. വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ 2025 എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 71. അപ്പോൾ നമ്മളോട് പറഞ്ഞെന്താണ്? വേൾഡ് എക്കണോമിക് ഫോറം 2025 എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് ഇതിൽ ഇന്ത്യയുടെ റാങ്ക് എത്രാമതാണ്? 71. വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ 2025 എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് 70. ഇനി അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്ത വർഷം ആദ്യമായി രാജ്യത്ത് ഗാർഹിക വരുമാന സർവേ നടത്താൻ ഒരുങ്ങുന്ന സാമ്പത്തിക ഉപദേശക സമിതി തലവനായി നിയമിതനായത്. ഉത്തരമായിട്ട് വരേണ്ടത് സുർജിത് ഭല്ലയാണ്. ആരാണ്? സുർജിത് ഭല്ല. അപ്പം എന്താണ് നമ്മൾ പറഞ്ഞത്? അടുത്ത വർഷത്ത് ആദ്യമായി രാജ്യത്ത് ഗാർഹിക വരുമാന സർവേ എന്താണ് ഇവിടെ നടത്താൻ പോകുന്നത്? ഗാർഹിക വരുമാന സർവേ നടത്താൻ ഒരുങ്ങുന്ന സാമ്പത്തിക ഉപദേശ സമിതിയുണ്ട്.
അതിൻ്റെ തലവനായിട്ട് നിയമിച്ചിരിക്കുന്നത് സുർജിത് ഭല്ലേനെയാണ്. അടുത്ത വർഷം ആദ്യമായി രാജ്യത്ത് ഗാർഹിക വരുമാന സർവേ നടത്താനൊരുങ്ങുന്ന സാമ്പത്തിക ഉപദേശ സമിതിയുടെ തലവനായിട്ട് നിയമിതനായത് സുർജിത് ഭല്ലയാണ്. അടുത്ത വർഷം ആദ്യമായി രാജ്യത്ത് ഗാർഹിക വരുമാന സർവേ നടത്താൻ ഒരുങ്ങുന്ന സാമ്പത്തിക ഉപദേശ സമിതിയുടെ തലവനായിരുന്നു ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഗാർഹിക വരുമാന സർവേ നടത്താൻ ഒരുങ്ങുന്ന സാമ്പത്തിക ഉപദേശ സമിതിയുടെ തലവനാരാണ്? സുർജിത് ഭല്ലയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനയിൽ അടുത്തിടെ ഭക്ഷ്യവസ്തുക്കളിൽ കണ്ടെത്തിയ കൃത്രിമ നിറങ്ങൾ ഒന്ന് ടാർട്രാസിൻ എന്നതാണ് ഒന്ന്. മറ്റൊന്ന് സൺസെറ്റ് യെല്ലോ. ഇത് നമ്മൾ പലപ്പോഴും PSC പരീക്ഷയിലൊക്കെ ചോദിക്കും. ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിക്കുന്ന കൃത്രിമ നിറങ്ങളാണ് സൺസെറ്റ് യെല്ലോ എന്ന് പറയുന്നത്. അതുപോലെ കാർമോയിസിൻ, മറ്റൊരു പേരാണ് കാർമോയിസിൻ. ഇത്രയും പേരുകൾ ഓർക്കുക. ടാർട്രസിൻ, അതുപോലെ തന്നെ സൺസെറ്റ് യെല്ലോ, കാർമോയിസിൻ. ഇതെന്താണ്? ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെ പരിശോധന അടുത്തിടെ ഭക്ഷ്യവസ്തുക്കൾ കണ്ടെത്തിയ കൃത്രിമ നിറങ്ങളാണ് ടാർട്രാസിൻ, സൺസെറ്റ് യെല്ലോ, കാർമോയിസിൻ എന്നിവ. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനയിൽ അടുത്തിടെ ഭക്ഷ്യവസ്തുക്കളിൽ കണ്ടെത്തിയ കൃത്രിമ നിറങ്ങളാണ് ടാർട്രാസിൻ, സൺസെറ്റ് യെല്ലോ, കാർമോയിസിൻ എന്നിവ. ടാർട്രാസിൻ, സൺസെറ്റ് യെല്ലോ, കാർമോയിസിൻ ഇതെല്ലാം എന്താണ്? ഭക്ഷ്യവസ്തുക്കളിലൊക്കെ ചേർക്കുന്ന കൃത്രിമ നിറങ്ങളാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ChatGPTയോട് ചോദിക്കുന്നത് പോലെ ഗൂഗിൾ സെർച്ചിലെ ചോദ്യം ഉന്നയിക്കാൻ കഴിയുന്ന പുതിയ ഫീച്ചറാണ് ഗൂഗിൾ AI മോഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങളുടെ മൊബൈലിലൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഗൂഗിളിൻ്റെ ആ ഒരു സെർച്ചിൻ്റെ തൊട്ടടുത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗൂഗിൾ AI മോഡിലൊക്കെ നമുക്ക് പോകാനായിട്ട് പറ്റും. ഇത് പരീക്ഷിക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന മേഖലയിൽ നമ്മുടെ ASMലെ ആ ഒരു ഭാഗത്ത് ഒരു ചോദ്യമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ നിത്യേന വരുന്നുണ്ട്. ഇപ്പോൾ ChatGPTയോട് ചോദിക്കുന്ന പോലെ തന്നെ ഗൂഗിൾ സെർച്ചിലെ ചോദ്യം ഉന്നയിക്കാൻ കഴിയുന്ന പുതിയൊരു ഫീച്ചർ വന്നിരിക്കുകയാണ്. ഗൂഗിൾ AI മോഡ് എന്നാണ് അതിന് നൽകിയിരിക്കുന്ന പേര്. സിമ്പിളായിട്ട് നമുക്ക് ഓർത്തിരിക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ മൊബൈലൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇപ്പോൾ അത് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി അടുത്തത് മഹാരാഷ്ട്രയിൽ ഒരുക്കുന്ന ഭൗമസൂചിക പദവി ലഭിച്ച ചെരുപ്പിനം ഏതെന്നാണ് നമ്മുടെ ചോദ്യം. അത് കൈകൊണ്ട് തന്നെ നിർമ്മിക്കുന്ന ലെതർ സ്ലിപ്പറിനമായിട്ടുള്ള കോലാപുരിയാണ്. കോലാപുരിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. അപ്പോൾ എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? മഹാരാഷ്ട്രയിൽ ഒരുക്കുന്ന ഭൗമസൂചിക പദവി ലഭിച്ച ചെരുപ്പിനം. മഹാരാഷ്ട്രയിൽ ഒരുക്കുന്ന ഭൗമസൂചിക പദവി ലഭിച്ച ചെരുപ്പിനമാണ്. ഇതിന് എന്ത് ലഭിച്ചിട്ടുണ്ട്? GI ടാഗ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ മഹാരാഷ്ട്രയിൽ ഒരുക്കുന്ന ഭൗമസൂചിക പദവി ലഭിച്ച ചെരുപ്പിനമാണ് കൈകൊണ്ട് തന്നെ നിർമ്മിക്കുന്ന ലെതർ സ്ലിപ്പർ ഇനമായിട്ടുള്ള കോലാപുരി. അത് കൈകൊണ്ടാണ് നിർമ്മിക്കുന്നത്. അപ്പോൾ കൈകൊണ്ട് തന്നെ നിർമ്മിക്കുന്ന ലെതർ സ്ലിപ്പർ ഇനമായിട്ടുള്ള കോലാപുരി എന്താണ്? ഭൗമസൂചിക പദവിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്ന് ഒരു ചെരുപ്പിനം ഭൗമസൂചിക പദവിയിലേക്ക് എത്തി. അത് കോലാപുരിയാണ്. കൈകൊണ്ട് തന്നെ നിർമ്മിക്കുന്ന ലെതർ സ്ലിപ്പറാണ് കോലാപുരി എന്ന് പറയുന്നത്. അടുത്തത് ഓസ്ട്രാവ ഗോൾഡൻ സ്പൈക്ക് അത്ലറ്റിക് ജാവലിംഗ് ത്രോയിൽ 1ാം സ്ഥാനം നേടിയത് ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ നീരജ് ചോപ്രയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞെന്താണ്? ഓസ്ട്രാവ ഗോൾഡൻ സ്പൈക്ക് അത്ലറ്റിക് ജാവലിംഗ് ത്രോയിൽ നീരജ് ചോപ്രയാണ് 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഓസ്ട്രാവ ഗോൾഡൻ സ്പൈക്ക് അത്ലറ്റിക് ജാവലിംഗ് ത്രോയിൽ 1ാം സ്ഥാനത്ത് എത്തിയ ഇന്ത്യ താരമാരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് നീരജ് ചോപ്രയാണ്. ഇനി അടുത്ത ഇതിലേക്ക് വരാം. നാഷണൽ ട്രസ്റ്റ് നിയമത്തിൽ ഉൾപ്പെട്ട ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബൗദ്ധിക വെല്ലുവിളി, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി എന്നീ 4 ഭിന്നശേഷി വിഭാഗങ്ങൾക്കുള്ള സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ഇത്. നിരാമയ എന്ന് പറയുന്നത് സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക.
ഇത് ആർക്കൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, ഒന്ന് നാഷണൽ ട്രസ്റ്റ് നിയമത്തിൽ ഉൾപ്പെട്ട ഓട്ടിസം, അതുപോലെ തന്നെ സെറിബ്രൽ പാൾസി, അതുപോലെ ഭൗതിക വെല്ലുവിളി നേരിടുന്നവർ, അതേപോലെ മൾട്ടിപ്പിൾ ഡിസബിലിറ്റി എന്നീ 4 ഭിന്നശേഷി വിഭാഗങ്ങൾക്കുള്ള സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് നിരാമയ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പം നിരാമയ എന്ന് പറയുന്ന ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ഓട്ടിസം, സെറിബ്രൽ പാൾസി, അതുപോലെ തന്നെ ഭൗതിക വെല്ലുവിളി, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി, ഇങ്ങനെ ഈ 4 ഭിന്നശേഷി വിഭാഗങ്ങൾക്കുള്ള സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് നിരാമയ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി അടുത്തത് ഇന്ത്യൻ കൺസർവേഷൻ കോൺഫറൻസ് 2025 വേദിയായത്. ഇന്ത്യൻ കൺസർവേഷൻ കോൺഫറൻസ് 2025 വേദിയായത് എവിടെയാണെന്ന് ചോദിച്ചാൽ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, ഡെറാഡൂൺ ആണ്. എവിടെ വെച്ചിട്ടാണ് ഇത് നടന്നത്? വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എവിടെയാണെന്ന് ചോദിച്ചാൽ ഡെറാഡൂണിലാണ്. ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഡെറാഡൂണിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഇന്ത്യൻ കൺസർവേഷൻ കോൺഫറൻസ് ICCON 2025 വേദി ചോദിച്ചാൽ ഡെറാഡൂണിലെ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിൽ വെച്ചിട്ടാണ്. ഇനി നമ്മൾ അടുത്ത പരിചയപ്പെടാൻ പോകുന്നത് ലഹരിമുക്ത ക്യാമ്പസുകൾക്കായുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ലഹരിമുക്ത ക്യാമ്പയിനാണ് അല്ലെങ്കിൽ പദ്ധതിയാണ് ബോധപൂർണിമ പദ്ധതി അല്ലെങ്കിൽ ബോധപൂർണിമ ക്യാമ്പയിൻ. ലഹരിമുക്ത ക്യാമ്പസുകൾക്കായുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ലഹരി വിമുക്ത ക്യാമ്പയിൻ അല്ലെങ്കിൽ പദ്ധതിയാണ് ബോധപൂർണിമ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ചോദിക്കാവുന്ന ഒന്നാണ്. ഇനി ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ 2025 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ 2025 മികച്ച ചിത്രമായിട്ട് തെരഞ്ഞെടുത്തത് നമ്മുടെ വിപിൻ രാധാകൃഷ്ണൻ സംവിധാനം ചെയ്ത അക്കമാൽ എന്ന് പറയുന്ന ചിത്രമാണ്. അക്കമൽ എന്ന് പറയുന്ന ചിത്രമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ 2025 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ 2025 മികച്ച ചിത്രമായിട്ട് തെരഞ്ഞെടുത്തത് അക്കമൽ എന്ന് പറയുന്ന ചിത്രമാണ്. ഇത് സംവിധാനം ചെയ്ത് വിപിൻ രാധാകൃഷ്ണനാണ്. ഇത് സംവിധാനം ചെയ്ത ആരാണ്? വിപിൻ രാധാകൃഷ്ണനാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി അടുത്തത് ഇതിൽ മികച്ച സംവിധായികയായിട്ട് വന്നിരിക്കുന്നത്, ഈ ഒരു അവാർഡിൽ മികച്ച സംവിധായികയായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് റിമാ ദാസിനിയാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. വില്ലേജ് റോക്ക് സ്റ്റാർ 2 എന്ന് പറയുന്ന ആ ഒരു സിനിമ സംവിധാനം ചെയ്തതുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഇവർക്ക് ഈ ഒരു പുരസ്കാരം കിട്ടിയത്. അപ്പോൾ 2 കാര്യങ്ങളെ പഠിച്ചുള്ളൂ. ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ 2025 മികച്ച ചിത്രം അക്കമാൽ, അത് സംവിധാനം ചെയ്ത് വിപിൻ രാധാകൃഷ്ണൻ. മികച്ച സംവിധായിക റിമ ദാസ് ആണ്. അപ്പം മികച്ച സംവിധായിക ആരെന്ന് ചോദിച്ചാൽ ആരാണ് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് റിമ ദാസ് ആണ്. ആരാണ്? റിമ ദാസ് എന്ന പേരാണ് ഓർത്തിരിക്കേണ്ടത്. ഇനി അടുത്തതിലേക്ക് വരാം. 2025 പാരാ പവർ ലിഫ്റ്റിംഗ് ലോകകപ്പിൽ ഇന്ത്യക്ക് 5 മെഡലുകളാണ് ലഭിച്ചത്. അപ്പോൾ 2025 നടന്ന പാരാ പവർ ലിഫ്റ്റിംഗ് ലോകകപ്പ്, പാരാ പവർ ലിഫ്റ്റിംഗ് വേൾഡ് കപ്പ്, അതിൽ ഇന്ത്യക്ക് 5 മെഡൽ ലഭിച്ചു. 1 ഗോൾഡും 1 സിൽവറും അതുപോലെ 3 വെങ്കലവും ബ്രോൺസും ആണ് ലഭിച്ചത്. അപ്പോൾ ഇന്ത്യക്ക് ലഭിച്ച മെഡലുകൾ എത്രയാണെന്ന് വെച്ചാൽ
ഉത്തരമായിട്ട് വരേണ്ടത് 5 എണ്ണമാണ്. ഇനി ഇത് എവിടെ വെച്ചാണ് നടന്നത് എന്ന് ചോദിച്ചാൽ ചൈനയിലെ ബെയ്ജിങ്ങിൽ വെച്ചിട്ടാണ് നടന്നത്. എവിടെ വെച്ചിട്ടാണ് നടന്നത്? ബെയ്ജിങ്ങിൽ വെച്ചിട്ടാണ് നടന്നത്. എവിടെയാണ്? ചൈനയിലാണ്. ചൈനയിലെ ബെയ്ജിങ്ങിൽ വെച്ചിട്ടാണ് നടന്നത്. അപ്പോൾ 2025 പാരാ പവർ ലിഫ്റ്റിംഗ് ലോകകപ്പിൽ ഇന്ത്യക്ക് 5 മെഡലുകൾ ലഭിച്ചു. 1 സ്വർണവും 1 വെള്ളിയും 3 വെങ്കലവും. ഇവിടെ പാരാ പവർ ലിഫ്റ്റിംഗ് ലോകകപ്പ് 2025 വേദി എവിടെയാണെന്ന് വെച്ചാൽ ചൈനയിലെ ബെയ്ജിംഗ് ആണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 2025 ജൂണിൽ അമേരിക്ക ഇറാനിൽ നടത്തിയ B-2 ബോംബറുകളുടെ ആക്രമണത്തിന് നൽകിയിരിക്കുന്ന പേരാണ് ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ എന്നാണ് ആ ഒരു പേര്. ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ എന്നാണ് നൽകിയിട്ടുള്ള പേര്. ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ. അപ്പം എന്താണ് പറഞ്ഞത്? 2025 ജൂണിൽ അമേരിക്ക ഇറാനിൽ നടത്തിയ B-2 ബോംബറുകളുടെ ആക്രമണത്തിന് നൽകിയിരിക്കുന്ന പേരെന്താണ്? ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ എന്നാണ്. 2025 ജൂണിൽ അമേരിക്ക ഇറാനിൽ നടത്തിയ B-2 ബോംബറുകളുടെ ആക്രമണമാണ് ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി അടുത്തിടെ നിർത്തലാക്കിയ രാജ്യത്തെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുള്ള സാഹിത്യ പുരസ്കാരം ഏതാണ്? ഉത്തരമായിട്ട് വരേണ്ടത് JCB പുരസ്കാരമാണ്. JCB പുരസ്കാരമാണ്. അപ്പോൾ അടുത്തിടെ നിർത്തലാക്കിയ രാജ്യത്തെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുള്ള പുരസ്കാരമാണ് JCB പുരസ്കാരം. ഈ JCB പുരസ്കാരം 2018 നമുക്ക് മലയാളിക്ക് ലഭിച്ചു. അതായത് ബെന്നാമിന് ലഭിച്ചു. ആദ്യമായിട്ട് ലഭിക്കുന്ന ബെന്നാമിനാണ്. മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്ന് പറയുന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത്. ഇനി 2020 വീണ്ടും മലയാളത്തിലേക്ക് വന്നു. മീശ എന്ന് പറയുന്ന കൃതിയിലൂടെ S ഹരീഷിന് ഈ പുരസ്കാരം കിട്ടി. അപ്പോൾ ഈ JCB പുരസ്കാരം ഈ അടുത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? സ്റ്റോപ്പ് ചെയ്തു. അടുത്തിടെ നിർത്തലാക്കിയ രാജ്യത്തെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുള്ള സാഹിത്യ പുരസ്കാരമാണ് JCB പുരസ്കാരം. ഇത് 2018 ആർക്കാണ് ലഭിച്ചത്? നമ്മുടെ ബെന്നാമിനാണ് ലഭിച്ചത്. ആർക്കാണ് ലഭിച്ചത്? ബെന്നാമിനാണ് ലഭിച്ചത്. ബെന്നാമിൻ്റെ മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്ന കൃതിക്കാണ് കിട്ടിയത്. മുല്ലപ്പൂ നിറമുള്ള പകലുകൾ. മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്ന കൃതിക്കാണ് ലഭിച്ചത്. അതിനുശേഷം പിന്നീട് 2020 നമ്മുടെ മലയാളിക്ക് ലഭിച്ചു. അത് S ഹരീഷിനാണ് ലഭിച്ചത്. S ഹരീഷിൻ്റെ മീശ എന്ന കൃതിക്കാണ് ലഭിക്കുന്നത്. അതിനുശേഷം പിന്നീട് 2021 ലഭിച്ചു. അത് M മുകുന്ദനാണ്. M മുകുന്ദന് ലഭിച്ചു. M മുകുന്ദൻ്റെ ഡൽഹി ഗാഥകൾ എന്ന കൃതിക്കാണ് ലഭിക്കുന്നത്. ഡൽഹി ഗാഥകൾ എന്ന കൃതിക്കാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇതാണ് JCB പുരസ്കാരം. അതിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? നിർത്തലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ അടുത്തിടെ നിർത്തലാക്കിയ രാജ്യത്തെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുള്ള സാഹിത്യ പുരസ്കാരമാണ് JCB പുരസ്കാരം. ഇനി അടുത്തത് നമുക്ക് പരിചയപ്പെടാം. മിനർവയുടെ മൂങ്ങ എന്ന പുസ്തകം രചിച്ച ആരെന്ന് ചോദിക്കാം. നമ്മളോട് പരിചയപ്പെടുന്നത് ഒരു പുസ്തകത്തിൻ്റെ പേരാണ്. മിനർവയുടെ മൂങ്ങ എന്നതാണ് പുസ്തകത്തിൻ്റെ പേര്. മിനർവയുടെ മൂങ്ങ. ഈ പുസ്തകം രചിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ M മോഹൻദാസ് ആണ്. ആരാണ്? M മോഹൻദാസ് ആണ് ഈ ഒരു പുസ്തകം രചിച്ചത്. ചോദിക്കാം. മിനർവയുടെ മൂങ്ങ M മോഹൻദാസ്. മിനർവയുടെ മൂങ്ങ M മോഹൻദാസ്. ഇനി അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത്, ഇത് ഓർത്തിരിക്കാൻ സിമ്പിളാണ്. ഇവിടെ മാ മോഹൻദാസിലും മാ, എല്ലാം ഒരു മാ വെച്ചിട്ടുള്ളൊരു കളിയാണ്. മിനർവയുടെ മൂങ്ങ M മോഹൻദാസ്. ഇനി 2025 ലോക പുരുഷ ജൂനിയർ ഹോക്കി ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ തമിഴ്നാട്ടിലാണ്. ഇവിടെ നമ്മൾ പറഞ്ഞെന്താ? 2025 നടക്കാൻ പോകുന്ന ലോക പുരുഷ ജൂനിയർ ഹോക്കി വേൾഡ് കപ്പ് ഇത് എവിടെയാണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. തമിഴ്നാട്ടിൽ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത്. 2025 വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ചോദിച്ചാലോ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഇന്ത്യയിലെ ഡൽഹിയിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടതാണ് 2025
വേൾഡ് പാരാ അത്ലറ്റിക് വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി വെച്ചാൽ അത് ഡൽഹിയാണ്, ഇന്ത്യയാണ് എന്ന കാര്യം പറയും. ഇന്ത്യയിലെ ഡൽഹിയിൽ വെച്ചിട്ടാണ്. ഇതിൻ്റെ ഭാഗ്യചിഹ്നത്തിന് കൊടുത്തിരിക്കുന്ന പേര് വിരാജ് എന്നാണ്. ഒരു യങ് എലിഫൻ്റ് ആണ്. ഇതിൻ്റെ ഒരു ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് ഒരു യങ് എലിഫൻ്റ് ആണ് ഇതിൻ്റെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത്. ഇതിന് കൊടുത്തിരിക്കുന്ന പേര് വിരാജ് എന്നാണ്. ഇതും കൂടി ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു സ്പോർട്സ് വെന്യൂവുമായി ബന്ധപ്പെട്ട്. ഒന്ന്, 2025 നടക്കുന്ന ലോക പുരുഷ ജൂനിയർ ഹോക്കി ലോകകപ്പ് വേദി ഇന്ത്യയിൽ തമിഴ്നാട്. അതേപോലെ തന്നെ 2025 വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഡൽഹി. അതിൻ്റെ ഒരു ഭാഗ്യചിഹ്നം ഒരു യങ് എലിഫൻ്റ് ആണ്. അതിൻ്റെ പേര് വിരാജ് എന്നാണ്. ഇനി അടുത്തത്, ടെസ്റ്റിൽ വിദേശത്ത് കൂടുതൽ തവണ 5 വിക്കറ്റ് നേടുന്ന ഇന്ത്യൻ ബൗളർമാരിൽ കപിൽ ദേവിന്റെ റെക്കോർഡിനൊപ്പം എത്തിയ ഇന്ത്യൻ താരം ആരെന്ന് ചോദിച്ചാൽ ഉത്തരം ജസ്പ്രീത് ബുംറയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇദ്ദേഹം 12 തവണയാണ് ഇപ്പോൾ ഈ നേട്ടം കൈവരിക്കുന്നത്. അതായത് ടെസ്റ്റിൽ വിദേശത്ത് കൂടുതൽ 5 വിക്കറ്റ് നേടുന്ന ഇന്ത്യൻ ബൗളർമാരിൽ കപിൽ ദേവിനോടൊപ്പം എത്തിയിരിക്കുകയാണ് ആര്? ജസ്പ്രീത് ബുംറ. അപ്പോൾ വിദേശത്ത് 150 വിക്കറ്റ് നേടുന്ന ആദ്യ ഏഷ്യൻ ബൗളർമാർ തന്നെയാണ് ജസ്പ്രീത് ബുംറയാണ്. വിദേശത്ത് 150 വിക്കറ്റ്സ് നേടുന്ന ആദ്യ ഇന്ത്യൻ അല്ലെങ്കിൽ ഏഷ്യൻ ബൗളർ ആരെന്ന് ചോദിച്ചാൽ തന്നെ ഉത്തരമായിട്ട് വരേണ്ടത് ജസ്പ്രീത് ബുംറയാണ്. അപ്പോൾ ജസ്പ്രീത് ബുംറയുമായി ബന്ധപ്പെട്ട് 2 കാര്യങ്ങളാണ് പഠിച്ചത്. ഒന്ന്, നമ്മൾ പരിചയപ്പെട്ടത് ടെസ്റ്റിൽ വിദേശത്ത് കൂടുതൽ തവണ 5 വിക്കറ്റ് നേടുന്ന ഇന്ത്യൻ ബൗളർമാരിൽ കപിൽ ദേവിന്റെ റെക്കോർഡിനോടൊപ്പം എത്തിയിരിക്കുകയാണ് ജസ്പ്രീത് ബുംറ. മറ്റൊന്ന്, വിദേശത്ത് 150 വിക്കറ്റ് നേടുന്ന ആദ്യത്തെ ഏഷ്യയിലെ തന്നെ ഒരു ബൗളറാണ് ആര്? നമ്മുടെ ജസ്പ്രീത് ബുംറ. ഏഷ്യ വൻകരയ്ക്ക് അപ്പുറത്ത് പോയിട്ട് ഈ പറയുന്ന ഇംഗ്ലണ്ടിൽ വെച്ചിട്ട് ഇപ്പോൾ ടെസ്റ്റ് നടത്തുന്നുണ്ട്. അങ്ങനെ അവിടെ പോയിട്ട് ഈ പറയുന്ന 150 വിക്കറ്റ് നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ ബൗളറാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ ജസ്പ്രീത് ബുംറ. അതേപോലെ തന്നെ ഏഷ്യയിൽ തന്നെ ആദ്യമായിട്ട് ഒരാളെ ആരെന്ന് വെച്ചാൽ ജസ്പ്രീത് ബുംറയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്തതിലേക്ക് വരാം. അടുത്തതായിട്ട് ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇറാനെ വിറപ്പിച്ച റഡാറുകളുടെ കണ്ണിൽപ്പെടാത്ത അമേരിക്കൻ നാവികസേനയും ബ്രിട്ടീഷ് നാവികസേനയും ഉപയോഗിക്കുന്ന ലോങ് റേഞ്ച് സബ്സോണിക് ക്രൂയിസ് മിസൈലിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ ടോമാഹോക്ക് എന്നാണ് ഈ ഒരു മിസൈലിൻ്റെ പേര്. ടോമാഹോക്ക്. ഇവിടെ നിന്നാണ് പറഞ്ഞത് ഇറാനെ വിറപ്പിച്ച റഡാറുകളുടെ കണ്ണിൽപ്പെടാത്ത അമേരിക്കൻ നാവികസേനയും അതുപോലെ തന്നെ ബ്രിട്ടീഷ് നാവികസേനയും ഉപയോഗിക്കുന്ന ലോങ് റേഞ്ച് സബ്സോണിക് ക്രൂയിസ് മിസൈലാണ് ടോമാഹോക്ക് എന്ന് പറയുന്നത്. ഇതെന്താണ്? ലോങ് റേഞ്ച് ആണ്. ലോങ് റേഞ്ച് സബ്സോണിക് ക്രൂയിസ് മിസൈൽ ആണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്? ഇറാനെ വിറപ്പിച്ച റഡാറുകളുടെ കണ്ണിൽപ്പെടാത്ത അമേരിക്കൻ നാവികസേനയും ബ്രിട്ടീഷ് നാവികസേനയും ഉപയോഗിക്കുന്ന ലോങ് റേഞ്ച് സബ്സോണിക് ക്രൂയിസ് മിസൈലാണ് ടോമാഹോക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇറാനെ വിറപ്പിച്ച റഡാറുകളുടെ കണ്ണിൽപ്പെടാത്ത അമേരിക്കൻ നാവികസേനയും അതേപോലെ ബ്രിട്ടീഷ് നാവികസേനയൊക്കെ ഉപയോഗിക്കുന്ന ലോങ് റേഞ്ച് ആയിട്ടുള്ള സബ്സോണിക് ക്രൂയിസ് മിസൈലാണ് ടോമാഹോക്ക് എന്ന് അറിയപ്പെടുന്നത്. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ജലക്ഷാമമുള്ള പ്രദേശങ്ങളിൽ ടാങ്കറുകളിൽ കുടിവെള്ളം എത്തിക്കുന്നതിൽ അമിത നിരക്കും മറിച്ച് വിൽപ്പനയും തടയാൻ ലക്ഷ്യമിട്ടുള്ള ഒരു പദ്ധതിയാണ് സുജലം സുലഭം എന്ന് പറയുന്ന പദ്ധതി. ഇവിടെ എന്താണ്? ജലക്ഷാമമുള്ള പ്രദേശങ്ങളിൽ ടാങ്കറുകളിൽ കുടിവെള്ളം എത്തിക്കുന്നതിൽ അമിത നിരക്കും മറിച്ച് വിൽപ്പനയും തടയാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് സുജലം സുലഭം എന്ന പദ്ധതി. ഇനി 2025 ജൂണിൽ നിര്യാതനായ ഇംഗ്ലണ്ടിന്റെ മുൻ പേസ് ബൗളറാണ് ഡേവിഡ് ലോറൻസ്. ആരാണ് ഡേവിഡ് ലോറൻസ് എന്നൊരു ചോദ്യം ചോദിക്കാം. ഡേവിഡ് ലോറൻസ് ആരാണ് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് 2025 ജൂൺ മാസത്തിൽ അന്തരിച്ച ഇംഗ്ലണ്ടിന്റെ മുൻ പേസ് ബൗളറാണ്. അപ്പോൾ ഇംഗ്ലണ്ടിന്റെ മുൻ ക്രിക്കറ്റ് താരമാണ് ഡേവിഡ് ലോറൻസ്. അദ്ദേഹം എന്താണ് ഈ അടുത്ത് അന്തരിച്ചു എന്ന കാര്യം ഓർത്തിരിക്കുക. അന്താരാഷ്ട്ര യോഗാ ദിനം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ജൂൺ മാസം 21 തീയതിയാണ്
അന്താരാഷ്ട്ര യോഗാ ദിനം. അന്താരാഷ്ട്ര യോഗാ ദിനം എന്നാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് എന്നാണ് ജൂൺ മാസം 21-ാം തീയതിയാണ്. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഏകലോകത്തിനും ആരോഗ്യത്തിനും യോഗ എന്നതായിരുന്നു. ഏകലോകത്തിനും ആരോഗ്യത്തിനും യോഗ എന്നതായിരുന്നു. ആരോഗ്യത്തിനും യോഗ എന്നതായിരുന്നു പ്രമേയം. അപ്പോൾ ഇവിടെ എന്താണ് അന്താരാഷ്ട്ര യോഗാ ദിനം എന്നാണെന്ന് വെച്ചാൽ ജൂൺ 21. ഏകലോകത്തിനും ആരോഗ്യത്തിനും യോഗ എന്നതായിരുന്നു 2025 യോഗാ ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത്. ഇനി ലോക മഴക്കാട് ദിനം എന്നാന്ന് വെച്ചാലോ ജൂൺ 22-ാം തീയതിയാണ് ലോക മഴക്കാട് ദിനം. ലോക മഴക്കാട് ദിനം എന്നാന്ന് വെച്ചാൽ ജൂൺ 22-ാം തീയതിയാണ് ലോക മഴക്കാട് ദിനം എന്ന് പറയുന്നത്. ഇനി ലൈംഗിക പീഡനം നേരിട്ടവരുടെ പേരുകൾ FIRൽ നിന്നും കർശനമായി ഒഴിവാക്കണമെന്ന് പ്രസ്താവിച്ച കോടതി ഏതാണെന്ന് ചോദിച്ചാലോ അത് മദ്രാസ് കോടതിയാണ്. ഏതാണ്? മദ്രാസ് കോടതിയാണ്. എന്താണ് മദ്രാസ് കോടതി പ്രസ്താവിച്ചിരിക്കുന്നത്? ലൈംഗിക പീഡനം നേരിട്ടവരുടെ പേരുകൾ FIRൽ നിന്നും കർശനമായി ഒഴിവാക്കണമെന്ന് പ്രസ്താവിച്ച കോടതിയാണ് മദ്രാസ് കോടതി. ഇനി അടുത്തത് കൊച്ചി രാജാവ് ചൊവ്വരയിൽ ആരംഭിച്ച കുടിവെള്ള വിതരണം മുതൽ വാട്ടർ അതോറിറ്റിയുടെ 110 വർഷത്തെ ചരിത്രം പങ്കുവെക്കുന്നതിനായി വാട്ടർ മ്യൂസിയം സ്ഥാപിതമാകുന്ന ജില്ല ചോദിച്ചാൽ തിരുവനന്തപുരം ജില്ലയാണ്. തിരുവനന്തപുരം ജില്ലയാണെന്ന കാര്യം ഓർത്തിരിക്കുക. വെള്ളയമ്പലത്തിലെ പൈതൃക കെട്ടിടത്തിലാണ് ഈ പറയുന്ന മ്യൂസിയം സ്ഥാപിതമാകുന്നത്. നമ്മൾ പറഞ്ഞെന്താണ്? കൊച്ചി രാജാവ് ചൊവ്വരയിൽ ആരംഭിച്ച കുടിവെള്ള വിതരണം മുതൽ വാട്ടർ അതോറിറ്റിയുടെ 110 വർഷത്തെ ചരിത്രം പങ്കുവെക്കുന്നതിനായി വാട്ടർ മ്യൂസിയം സ്ഥാപിതമാകുന്ന ജില്ല എവിടെയാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്ത് വെള്ളയമ്പലത്തിലെ പൈതൃക കെട്ടിടത്തിലാണ് മ്യൂസിയം സ്ഥാപിതമാകുന്നത്. അപ്പോൾ തിരുവനന്തപുരത്ത് വെള്ളയമ്പലത്തിലെ പൈതൃക കെട്ടിടത്തിലാണ് മ്യൂസിയം സ്ഥാപിതമാകുന്നത്. ഇനി അടുത്തത് ഇസ്ഫഹാൻ ആണവ കേന്ദ്രം എവിടെയാണെന്ന് ചോദിക്കാം. വാർത്തയിലൊക്കെ വന്നിട്ടുള്ളതാണ്. ഇസ്ഫഹാൻ ആണവ കേന്ദ്രം എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഇറാനിലാണ്. ഇസ്ഫഹാൻ എവിടെയാണെന്ന് ചോദിച്ചാൽ ഇറാനിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇസ്ഫഹാൻ ആണവ കേന്ദ്രം ഇറാനിലാണെന്ന കാര്യം ഓർത്തിരിക്കണം. ഇനി അപൂർവ രക്തദാതാക്കളുടെ ഡാറ്റ സംയോജിപ്പിക്കാൻ ഇന്ത്യ ഒരുക്കുന്ന രജിസ്ട്രിയാണ് ഈ രക്തകോഷ് എന്നത്. എന്താണ് ഈ രക്തകോഷ്? നമ്മളോട് പറഞ്ഞെന്താണ്? അപൂർവ രക്തദാതാക്കളുടെ ഡാറ്റ സംയോജിപ്പിക്കാൻ ഇന്ത്യ ഒരുക്കുന്ന രജിസ്ട്രിയാണ് എന്ത്? ഈ രക്തകോഷ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് അപൂർവ രക്തദാതാക്കളുടെ ഡാറ്റ സംയോജിപ്പിക്കാൻ ഇന്ത്യ ഒരുക്കുന്ന രജിസ്ട്രിയുടെ പേരാണ് ഈ രക്തകോഷ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി അടുത്തത് ചൈനയുടെയും പാകിസ്ഥാന്റെയും ഓരോ നീക്കവും മനസ്സിലാക്കുന്നതിനായി 52 ചാര ഉപഗ്രഹങ്ങൾ 18 മാസത്തിനകം ഇന്ത്യ വിക്ഷേപിക്കുന്ന പദ്ധതിയാണ് SBS-03 എന്ന് പറയുന്നത്. SBS-03 എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് നമ്മൾ പറഞ്ഞത്? ചൈനയുടെയും പാകിസ്ഥാന്റെയും ഓരോ നീക്കവും മനസ്സിലാക്കുന്നതിനായിട്ട് 52ഓളം ചാര ഉപഗ്രഹങ്ങൾ 18 മാസത്തിനകം ഇന്ത്യ വിക്ഷേപിക്കും. ഇതിനൊരു പദ്ധതിയാണ് SBS-03 എന്ന് പറയുന്നത്. SBS-03 എന്ന് പറയുന്നത് ISROയും സ്വകാര്യ സ്ഥാപനങ്ങളും ചേർന്നിട്ടാണ് ഇത് നടപ്പിലാക്കുന്നത്. ISROയും സ്വകാര്യ സ്ഥാപനങ്ങളൊക്കെ ചേർന്നിട്ടാണ് ഇത് നടപ്പിലാക്കുന്നത്. SBS-03 എന്ന് പറയുന്നത് ചൈനയുടെയും പാകിസ്ഥാന്റെയും ഓരോ നീക്കവും മനസ്സിലാക്കുന്നതിനായി 52 ചാര ഉപഗ്രഹങ്ങൾ 18 മാസത്തിനകം ഇന്ത്യ വിക്ഷേപിക്കുന്ന പദ്ധതിയാണ് ഇത്. ISROയും സ്വകാര്യ സ്ഥാപനങ്ങളും ചേർന്നാണ് നടപ്പിലാക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സ്വദേശാഭിമാനി കേസരി പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. പരിചയപ്പെടുന്നു. സ്വദേശാഭിമാനി
കേസരി പുരസ്കാരം. കേസരി പുരസ്കാരം. അപ്പോൾ സ്വദേശാഭിമാനി കേസരി പുരസ്കാരവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം നോക്കാം. മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് സർക്കാർ നൽകുന്ന പുരസ്കാരമാണ്. അപ്പം മാധ്യമരംഗവുമായി ബന്ധപ്പെട്ട പുരസ്കാരമാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ സമ്മാനത്തുക 1,00,000 രൂപയാണ്. എത്രയാണ്? 1,00,000 രൂപയാണ്. ഇതിന് പുരസ്കാരം ഈ അടുത്ത് 2021, 22, 23 ഈ 3 വർഷത്തിൽ ഇപ്പോഴാണ് പ്രഖ്യാപിച്ചത്. അതിൽ 2021 ഈ ഒരു പുരസ്കാരം ഇപ്പോൾ പ്രഖ്യാപിച്ചപ്പോൾ കിട്ടിയത് KG പരമേശ്വരൻ നായർക്കാണ്. KG പരമേശ്വരൻ നായർക്കാണ്. KG പരമേശ്വരൻ നായർക്കാണ്. KG പരമേശ്വരൻ നായർ. 2022 വരുമ്പോൾ ആർക്കാണെന്ന് വെച്ചാൽ ഏഴാഞ്ചേരി രാമചന്ദ്രനാണ്. ഏഴാഞ്ചേരി രാമചന്ദ്രൻ. ഏഴാഞ്ചേരി രാമചന്ദ്രൻ. ഇനി 2023 ആർക്കാണെന്ന് വെച്ചാൽ അശോകനാണ് ലഭിച്ചത്. ആർക്കാണ്? N അശോകനാണ് ലഭിച്ചത്. N അശോകനാണ് ലഭിച്ചത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്? 2021 KG പരമേശ്വരൻ നായർ, 2022 ഏഴാഞ്ചേരി രാമചന്ദ്രൻ, 2023 N അശോകൻ എന്നിവർക്കാണ് സ്വദേശാഭിമാനി കേസരി പുരസ്കാരങ്ങൾ ലഭിച്ചത്. അപ്പോൾ ഈ അടുത്താണ് ഇതെല്ലാം പ്രഖ്യാപിച്ചത്. 21, 22, 23 അപ്പോൾ ആദ്യം പരമേശ്വര നായർ, KG പരമേശ്വരൻ നായർ, പിന്നെ ഏഴാഞ്ചേരി രാമചന്ദ്രൻ, പിന്നെ N അശോകൻ. 2023 സ്വദേശാഭിമാനി കേസരി പുരസ്കാരങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കുറേ കാര്യങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നും കൂടെ കേൾക്കുക. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളതും ഇപ്പോൾ PSC ചോദിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ 10th ലെവൽ പരീക്ഷയ്ക്ക് കറണ്ട് അഫയേഴ്സിന് വലിയ പ്രാധാന്യമുണ്ട്. അവിടെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു മേഖലയിൽ നിന്നുള്ള രീതിയിലുള്ളതാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തിയത്. അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.